സംസ്ഥാനത്തെ DGP സ്ഥാനത്തേക്ക് UPSCയുടെ ചുരുക്കപ്പട്ടികയിൽ ഉള്ളത് 3 പേരാണ്. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത. പട്ടികയിലുള്ളവരെ പരിചയപ്പെടാം. കേരള സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട 3 ഉദ്യോഗസ്ഥരിൽ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് നിതിൻ അഗർവാൾ. 1989 ബാച്ചിലെ കേരള കേഡർ IPS ഉദ്യോഗസ്ഥൻ. നിലവിൽ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മീഷണർ. BSF ഡയറക്ടർ ജനറലായിരുന്ന നിതിൻ അഗർവാളിനെ 2024 ഓഗസ്റ്റിൽ മാതൃകേഡറായ കേരളത്തിലേക്ക് മടക്കി അയക്കുകയായിരുന്നു. CISF ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലായും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഇൻസ്പെക്ടർ ജനറലായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1991 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് റവാഡ A. ചന്ദ്രശേഖർ. ഇന്റലിജൻസ് ബ്യൂറോ ആസ്ഥാനത്ത് സ്പെഷ്യൽ ഡയറക്ടറായ റവാഡ ചന്ദ്രശേഖറിനെ വരുന്ന ഓഗസ്റ്റ് 1 മുതൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്യൂരിറ്റി സെക്രട്ടറിയായി നിയമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തലശ്ശേരി ASP ആയിരിക്കെ കൂത്തുപറമ്പ് പോലീസ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖറിന്റെ പങ്കിനെ ചൊല്ലി മുൻപ് വിവാദമുണ്ടായിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിനു ശേഷം സർവീസിൽ തിരിച്ചെത്തുകയും പിന്നീട് കേന്ദ്ര സർവീസിലേക്ക് മാറുകയും ചെയ്തു. 1993 ബാച്ചിലെ കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത. നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറലാണ്. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ, വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടർ, CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവിടങ്ങളിൽ 5 വർഷം വീതം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടറായിരിക്കെ സർക്കാരുമായുള്ള ബന്ധം വഷളായതിനെ തുടർന്നാണ് അഗ്നിരക്ഷാസേനയിലേക്ക് മാറ്റിയത്. റിസർച്ച് ഡെസ്ക് 24.